ശ്രീ റോണി കെ ബേബി MLA ഇതിപ്പോൾ ഒന്നല്ല മൂന്നെണ്ണം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തു പറയാം. ഇപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും എന്തുകൊണ്ട് ഇങ്ങനെ നയം മാറ്റങ്ങൾ ഉണ്ടാകുന്നു? ഇത് UDFന്റെ നയമല്ലല്ലോ. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയത്തിന്റെ കാര്യത്തിൽ തന്നെ UDFന്റെ നിലപാട് എന്ന് പറയുന്നത്, UDF സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും UDFന്റെ നിലപാട് മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ട് വരിക എന്നത് തന്നെയാണല്ലോ. അതിൽ മാറ്റം വന്നിട്ടില്ല. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുവാനുള്ള നീക്കം നടന്നപ്പോൾ തന്നെ അതിനെ എതിർത്തതാണ് UDF. പക്ഷേ അധികാരത്തിലെത്തി ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നികുതി കുറയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അത് ഡിസ്റ്റിലറിമാർക്ക് സഹായം നൽകുക എന്നതിനപ്പുറം, സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാക്കുക എന്നതിനപ്പുറം മറ്റെന്തായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും? ഇവിടെ മഞ്ജുഷ മൂന്ന് കാര്യങ്ങളാണ് ഇൻട്രോയിൽ ചൂണ്ടിക്കാട്ടിയത്. UDF അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മുൻ നിലപാടുകളിൽ വെള്ളം ചേർത്തു, മാറ്റം വരുത്തി എന്നൊക്കെയാണല്ലോ അങ്ങ് പറഞ്ഞത്. ഞങ്ങളുടെ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇപ്പോൾ അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് എന്തോ നികുതി ഞങ്ങൾ കുറച്ചു എന്നാണ് അങ്ങ് ഇവിടെ പറഞ്ഞത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിൽ ഇതുവരെ ഒരു തുള്ളി പോലും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. അതിന് ഇതുവരെ ഒരു നികുതി ഘടന തീരുമാനിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ബജറ്റ് പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതാണ്. 2022 അബ്കാരി പോളിസി, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന അബ്കാരി പോളിസി, അവിടെ പറഞ്ഞിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. പക്ഷേ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇതുവരെ ഒരു നികുതി ഘടന തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു നികുതി ഘടന തീരുമാനിക്കാത്ത പശ്ചാത്തലത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%വും 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% വിൽപ്പന നികുതി ഞങ്ങൾ തീരുമാനിക്കുക. ഈ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. ഇതുവരെ അങ്ങനെ ഒരു വിൽപ്പന നികുതിയുമില്ല. അങ്ങനെ ഒരു സാധനം ഇതുവരെ ഉൽപ്പാദിപ്പിച്ചിട്ടുമില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ 2022-23 ബജറ്റിലും 24-25 ബജറ്റിലും വളരെ കൃത്യമായി തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞത്, ഇവിടെ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്നും പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്രോതസ്സുകളിൽ നിന്നും അത് ഉൽപ്പാദിപ്പിക്കുമെന്നും അതിനുവേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചു. നമ്മുടെ തിരുവനന്തപുരത്തെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ മരച്ചീനിയിൽ നിന്നും എഥനോൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് വീര്യം കുറഞ്ഞ മദ്യം, അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്, അബ്കാരി പോളിസിയാണ്. ഞങ്ങൾ അവിടെ ആകപ്പാടെ പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബിയറും വൈനും ഒക്കെ ഒഴികെ. അല്ലാതെ ബീറും വൈനും ഒന്നും അതിൻ്റെ ഉൾപ്പെടുത്തിയിട്ടില്ല, പഴവർഗ്ഗങ്ങളിൽ നിന്നും. കാരണം അത് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കാലമായി നിലനിന്ന ഒരു ആവശ്യമാണ്. കർഷകർക്ക് ഈ വിലത്തകർച്ച മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് നമുക്കറിയാം, കശുമാവിൽ നിന്നും അതുപോലെ തന്നെ പൈനാപ്പിളിൽ നിന്നും ഒക്കെ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ കർഷകർക്ക് കൂടി അത് ലാഭകരമാകുന്ന രീതിയിൽ, വീര്യം കുറഞ്ഞ രീതിയിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് അതിന് ഞങ്ങളൊരു നികുതി ഘടന, ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പക്ഷേ അന്ന് VD സതീശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അന്ന് LDF സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ, അന്ന് LDF സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ അത് വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കുവാനുള്ള അഴിമതിയാണ് ഇത്. ഇങ്ങനെ പറഞ്ഞത് അന്ന് VD സതീശനാണ് പറഞ്ഞത്. അപ്പോൾ LDF സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ എന്തിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു? ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. 251% നികുതി, 120ഉം 175ഉമാണ്. അപ്പോൾ ഇങ്ങനെയാണല്ലേ വരികയുള്ളൂ. അത് മാത്രമല്ല, KC വേണുഗോപാൽ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹവും പറഞ്ഞത് ഒരു നയമുണ്ട്, ആ നയത്തിന് വിഘാതമായിട്ട് കാര്യങ്ങൾ സംഭവിച്ചുകൂടാ എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ അങ്ങനെ വിമർശനമുണ്ട്. VM സുധീരൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ വായിച്ചുവല്ലോ. എന്നിട്ടും പറയുന്നു, ഞങ്ങൾ പുതുതായിട്ടൊരു തീരുമാനം എടുത്തതാണ്, മുൻ സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല എന്ന്. അപ്പോൾ അന്ന് VD സതീശൻ എന്തിനാണ് മുൻ സർക്കാരിനെ അന്നത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചത്? ഞാൻ ബഹുമാനപ്പെട്ട മഞ്ജുഷിനെ ഞാൻ ചലഞ്ച് ചെയ്യട്ടെ. ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഡോക്യുമെന്റിൽ
വീര്യം കുറഞ്ഞ മദ്യത്തിന് 251% നികുതിയായി നിശ്ചയിച്ച ഒരു വരിയെങ്കിലും അല്ല അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ എന്തിനാണ് ഈ വാക്കുകൾ പ്രയോഗിച്ചത്? അല്ലല്ല, അപ്പോൾ പിന്നെ താങ്കൾ ഇത് പറയണം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുവാനുള്ള നടപടിയുമായിട്ട് LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഡിസ്റ്റിലറികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതെന്ന് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു അങ്ങനെ പറയുവാനുള്ള കാരണം? ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. മഞ്ജുഷിന് ഓർമ്മയുണ്ട്, ഞാൻ ഉൾപ്പെടെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ടൂറിസം മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസ് അന്ന് അബ്കാരി വകുപ്പ് പോലും അറിയാതെ, എക്സൈസ് വകുപ്പ് പോലും അറിയാതെ അന്ന് ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം ഉണ്ടായി, ചർച്ച നടത്തി, ഒരു ഡ്രാഫ്റ്റ് അബ്കാരി പോളിസി തയ്യാറാക്കി വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നൊരു വിവാദമുണ്ടായി. അന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള മദ്യവിഭാഗങ്ങളുടെയും നികുതി കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ നീക്കം നടത്തിയപ്പോൾ വി ഡി സതീശൻ അങ്ങനെ ഒരു പരാമർശം തീരുമാനിക്കാത്ത ഒരു താങ്കൾ പറഞ്ഞു തീരുമാനിച്ചിട്ടില്ല എന്ന്. തീരുമാനിക്കാത്ത കാര്യത്തിന്, നികുതി നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യത്തിന് എങ്ങനെ നികുതി കുറയ്ക്കുവാനുള്ള ഒരു നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വരുന്നു എന്ന് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും സാർ. 120, 175 എന്നുള്ളത് കുറഞ്ഞ നികുതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഡിസ്റ്റിലറികളെ സഹായിക്കുന്നതിനാണ് എന്ന് ഇപ്പോൾ പറയുന്നത്, ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നത്. അന്ന് പ്രതിപക്ഷത്തായിരുന്ന വി ഡി സതീശന് പറയുവാൻ അവകാശമുണ്ടെങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിന് അത് പറയുവാനുള്ള അവകാശമുണ്ട്. ഇല്ല, ഞാൻ അതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. അന്നുണ്ടായ വിവാദം മഞ്ജുഷ ഓർക്കുന്നുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അന്ന് ടൂറിസം മന്ത്രി തന്നെ നേരിട്ട് അബ്കാരികളുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലുണ്ടായ നിർദ്ദേശങ്ങൾ അത് പുറത്തു വന്നു. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് പ്രതിപക്ഷ നേതാവ് അന്ന് ഉയർന്ന നിർദ്ദേശങ്ങൾ. ഇതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഈ നികുതി ഉൾപ്പെടെ അന്ന് എന്താ, ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നില്ല, കേരളത്തിൽ ടൂറിസം ഒരുപാട് കൂട്ടണം, അതിന് ഈ പറയുന്ന മദ്യത്തിന്റെ ഉൾപ്പെടെയുള്ള നികുതി കുറയ്ക്കണം, 24 മണിക്കൂർ മദ്യഷാപ്പുകൾ തുറന്നിടണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ ചർച്ചയുണ്ടാകുകയും MP രാജേഷ് ഉൾപ്പെടെ അന്ന് അതൃപ്തി പ്രകടിപ്പിച്ചതും എക്സൈസ് മന്ത്രി അറിയാതെ ഒരു ഡ്രാഫ്റ്റ് അബ്കാരി പോളിസി രൂപീകരിച്ചതുമൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഞ്ജുഷ് ഉൾപ്പെടെ ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല. എം ലിജു എക്സൈസ് മന്ത്രി പറഞ്ഞിട്ടില്ല ഈ വിവരം. അല്ല 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 അതെ 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 അല്ല അല്ല ഏതൊക്കെയാലും ബഹുമാനപ്പെട്ട ശ്രീ എം ലിജു, ഞാൻ ഇന്നും നിയമസഭയിലെ പ്രിയപ്പെട്ട ശ്രീ എം ലിജുവിന്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അവർ വളരെ കോർഡിയലായിട്ടൊക്കെ തന്നെയാണ് ഇവിടെ വളരെ കൃത്യമായി നികുതി കുറച്ചു കൊടുക്കാൻ എന്ന വാചകം തന്നെയാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നത്, പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ആ ബൈറ്റ് ഞാൻ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം, അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യം. ഒരു സെക്കൻഡ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. ഇതാണ് വി ഡി സതീശന്റെ അന്നത്തെ വാക്കുകൾ. കോടികൾ അതെ വി ഡി സതീശൻ പറഞ്ഞത് വളരെ കൃത്യമായല്ലോ. അല്ല മഞ്ജുഷേ, ഇന്നത്തെ വാർത്തകൾ നോക്ക്. 100 കോടി രൂപയാണ് ഈ പറയുന്ന വൻകിട മദ്യ മുതലാളിമാർ സംസ്ഥാന സർക്കാരിന് നികുതിയായിട്ട് നൽകേണ്ടത് കഴിഞ്ഞ ഈ ഒറ്റ വർഷം കൊണ്ട്. കാരണം ഇത് ഇലക്ഷൻ വർഷമാണ്. ഈ 100 കോടി രൂപ ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോയതെന്ന് പരിശോധിക്കട്ടെ. ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ വർധനവുണ്ടായി. എത്ര കോടിയാ വർധനവുണ്ടായത്? 6.61% വർദ്ധിച്ചപ്പോൾ ഈ പറയുന്ന വൻകിട ബാർ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള നികുതി വരുമാനത്തിൽ എത്ര രൂപ കുറഞ്ഞെന്നറിയോ? 107 കോടി രൂപ കുറവുണ്ടായി. 17.74% കുറവുണ്ടായി. വി ഡി സതീശൻ പറഞ്ഞ് എവിടെയാ തെറ്റ് സംഭവിച്ചിരിക്കുന്നത്? ഈ 2022-23 രൂപീകരിച്ച അബ്കാരി നയം എന്ന് പറയുന്നത് വൻകിട മദ്യ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി. ഞാൻ ഒറ്റ കാര്യം ധനകാര്യമന്ത്രി ബാലഗോപാൽ തന്നെ നിയമസഭയിൽ പറഞ്ഞ മറുപടി ഞാൻ പറയാം. 2019 മുതൽ 24 വരെ കേരളത്തിൽ 1000-ൽ പരം ബാറുകൾ ഉള്ളതിൽ ആകെ റെയ്ഡ് നടന്നിരിക്കുന്നത്, പരിശോധന നടന്നിരിക്കുന്നത് വെറും 109 ബാറുകളിൽ മാത്രം. 2024 ശേഷം 2 വർഷം കഴിഞ്ഞു, ഒറ്റ ബാറിൽ പോലും ഈ പറയുന്ന എക്സൈസ് മന്ത്രിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എക്സൈസിനൊന്ന് റെയ്ഡുകൾ നടത്താൻ പറ്റിയിട്ടുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ബാർ ഉടമകളാണ് അവരുടെ നികുതി തീരുമാനിക്കുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ട്. പിന്നെ എന്തിനാ ഈ സർക്കാർ? അങ്ങനെയാണെങ്കിൽ വി എം സുധീറിന്റെ ഈ വാക്കുകളെ താങ്കൾ തള്ളിക്കളയുകയാണോ? വി എം സുധീറിന്റെ ഈ വാക്കുകളെ താങ്കൾ തള്ളിക്കളയുകയാണോ? ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനമാണ്. വീര്യം കുറഞ്ഞതെന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആപൽക്കരമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്.
മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശം ബജറ്റിൽ വന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ അന്തസത്തയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് മദ്യത്തിന്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവരും എന്നുള്ള കാര്യമാണ്. ഈ നിർദ്ദേശവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, അത് പിൻവലിച്ചേ മതിയാകൂ എന്ന് VM സുധീരൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ താങ്കൾ തള്ളിപ്പറയുകയാണോ ചെയ്യുന്നത്? താങ്കൾ ഈ നികുതിയുടെ കാര്യം ഞങ്ങളാണ് ആദ്യമായിട്ട് തീരുമാനിച്ചതെന്ന് പറയുന്നു, നികുതി കുറച്ചിട്ടില്ല എന്ന് പറയുന്നു. നികുതി കുറച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്തിന് ഇങ്ങനെയുള്ള വാചകങ്ങൾ പ്രയോഗിക്കണം? മഞ്ജുഷേ, ഞാനിത് പറയട്ടെ, നമ്മുടെ ബഡ്ജറ്റിലെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ, ആ നികുതി നിർദ്ദേശങ്ങൾ ഭാഗമായി വന്നിട്ടുണ്ട്. എന്താണ് ഞങ്ങളുടെ അബ്കാരി നയം എന്നുള്ള അബ്കാരി പോളിസി പറയട്ടെ, അപ്പൊ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാനും മഞ്ജുഷ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു പ്രപ്പോസൽ. കാരണം എന്താ? കാരണം പല ബജറ്റിൽ തീരുമാനം തന്നെയാണ് അത്. അല്ലല്ല, തീരുമാനമായിട്ട് തന്നെയാണ്. ഇനി തിരുത്തൽ വരുത്തുമായിരിക്കും ചിലപ്പോൾ, കാരണം ഇത്രയും വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ. പക്ഷേ അത് തീരുമാനമായിട്ട് തന്നെയാണ് ബജറ്റിൽ പറഞ്ഞത്. അല്ലാതെ തീരുമാനിക്കാൻ മഞ്ജുഷ തീരുമാനിക്കാൻ ഒരു തുള്ളി പോലും മഞ്ജുഷ കൃത്യമായി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിയറും വൈനും ഒഴികെയുള്ള ഈ പറയുന്ന ഈ ഇതിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും അങ്ങനെ ഒരു തുള്ളി പോലും മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ ഉൽപ്പാദിപ്പിക്കാത്ത അറിയാലോ, നികുതി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പനികൾ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് നേരത്തെ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. നികുതി കുറഞ്ഞെന്ന് കണ്ടാൽ കമ്പനികൾ ഒഴുകിയെത്തും. അങ്ങനത്തെ കമ്പനികൾ വരുവോ ഇല്ലയോ എന്നൊക്കെയുള്ള ഞങ്ങളുടെ അബ്കാരി നയം വരട്ടെ. ഏതെങ്കിലും ഞങ്ങൾക്ക് ഒരു അബ്കാരി നയം ഉണ്ടാവുമല്ലോ. പ്രോത്സാഹനമാണല്ലോ ഇത്, വരുവാനുള്ള പ്രോത്സാഹനമാണല്ലോ ഇത്, വരുവാനുള്ള പ്രോത്സാഹനമാണല്ലോ. അങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ തുടങ്ങാനോ അങ്ങനെയുള്ള ഉൽപ്പാദകർക്ക് ലൈസൻസ് കൊടുക്കാനോ ഒക്കെ ഒരു സ്റ്റാൻഡ് വരുമ്പോൾ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാന്നേ. ഇത് UDF ചർച്ച ചെയ്ത്, മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത്, ഇത് പലതരത്തിലുള്ള ബഡ്ജറ്റ് പ്രപ്പോസലുകൾ വരും. കാരണം നമുക്കറിയാം കേരളത്തിൽ 19,000 കോടി രൂപയുടെ വലിയ ബാധ്യത നിൽക്കുന്നത്. നമുക്ക് ഉള്ള സാധ്യതകൾ എന്താണെന്ന് പരിശോധിക്കും. അത് വേണോ വേണ്ടോ എന്നുള്ളത് UDF കൂടി ചർച്ച ചെയ്ത്, മന്ത്രിസഭ ചർച്ച ചെയ്ത്, ഞങ്ങളുടെ അബ്കാരി നയം ഒഫീഷ്യലായിട്ട് വരും, ഗവൺമെന്റ് ഓർഡർ ആയിട്ട് വരും. 2022 മാർച്ച് 31 LDF സർക്കാരിന് മദ്യനയം വന്നത്. ആ മദ്യനയമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ മദ്യനയം എങ്ങനെയാകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.